ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് വെച്ചാൽ രാവിലെ കുറച്ച് നേരം വിത്ത് മീ. ഓക്കെ, ഈ വീഡിയോന് വലിയ കാര്യമുണ്ടോ എന്ന് വെച്ചാൽ വലിയ കാര്യമൊന്നുമില്ല, എങ്കിലും ഇരിക്കട്ടെ ഓർത്തെടുത്തത്. അപ്പോൾ നോർമലി രാവിലെ ഒരു 6:30 അലാറം വെച്ച് 6:45 എണീക്കും. ദെൻ അതിന് ശേഷം പ്രഭാത കർമ്മങ്ങളും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് കയറിയിട്ട് അത്യാവശ്യം പോകാനുള്ള ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് തലേദിവസം തന്നെ വെച്ചിട്ടുണ്ടാവും. അയൺ ചെയ്ത് വെച്ച ഡ്രസ്സ് എടുക്കുക, ഇടുക. ഓക്കെ, ഇനി ഡ്രസ്സ് ഇട്ടിട്ട് കാണാം. ഈ വൃത്തികേടായി അലങ്കോലമായി കിടക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഞാൻ ചില അലങ്കോല പരിപാടികൾക്കായി ഉപയോഗിക്കാറുള്ളത്. നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും സാധനം ഇതിനകത്തുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിനകത്ത് നിന്ന് സാധനങ്ങളൊക്കെ മുഖത്ത് വാരിപ്പൊത്തി മേത്തൊക്കെ ഇട്ടിട്ട് ഞാൻ റെഡിയാവുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ അതിനുശേഷം എല്ലാ ദിവസവും വൈകുന്നേരം ജോലി കഴിഞ്ഞാൽ ജിമ്മിന് പോകുന്ന ഒരു അസുഖമുണ്ട് എനിക്കിപ്പോൾ. കുറച്ചായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തിങ്സ് എല്ലാം ബാഗിലാക്കണം. ഓക്കെ, അവിടെ വർക്കൗട്ട് ചെയ്യാനുള്ള ടീഷർട്ട്, ഷോർട്സ്, ദാഹിച്ചാൽ കുടിക്കാൻ വെള്ളം, പിന്നെ ആസ് യൂഷ്വൽ ഞാൻ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്ന ലഞ്ച് ബോക്സിൻ്റെ പുറത്താണ് ഇപ്പോൾ ഞാൻ ക്യാമറ വെച്ചേക്കുന്നത്. അതുകൊണ്ട് ലഞ്ച് ബോക്സ് എടുത്ത് ക്യാമറ മാറ്റിയതിന് ശേഷം ലഞ്ച് ബോക്സ് എടുത്ത് ഇതിനകത്ത് വെക്കണം. ഓക്കെ, ഇതെൻ്റെ ഡെയിലി വെയർ ആയിട്ടുള്ള സൺഗ്ലാസ് ആണ്. Okay, pack is ready. ഷൂ ഒക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റിയ പാകത്തിനാണോ എന്നറിയില്ല, എങ്കിലും ഇതാണ് ഒരു ഷൂ. നാട്ടിലുള്ള പലരും വിചാരിച്ചേക്കണ പ്രവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സുഖമായിട്ടുള്ളൊരു സംഭവമാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ലാവിഷ് ലൈഫാണ് എന്നൊക്കെയാണ്. സത്യത്തിൽ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഈ കുക്കീസാണ്. കുക്കീസല്ല, കുക്കീസ് ക്രീം ബിസ്ക്കറ്റ്. ഉച്ചക്ക് ഒരു പക്ഷേ നല്ല കാര്യമായിട്ടൊക്കെ കഴിക്കുമായിരിക്കും സംടൈംസ്. എങ്കിലും നാട്ടിലുള്ളവർ വിചാരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര സുഖമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല പ്രവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒത്തിരി കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ച് തന്നെയാണ് നമ്മളിവിടെ നിന്ന് നാട്ടിലേക്ക് വേണ്ടപ്പെട്ടവർ സുഖമായിട്ടിരിക്കാനായിട്ട് പൈസ അയക്കുന്നതും അവരുടെ കാര്യങ്ങൾ നോക്കുന്നതും. പൊതുവെ നാട്ടിലുള്ളവരുടെ പലരുടെയും ചിന്തകളെന്ന് വെച്ചാൽ എനിക്ക് പോകാൻ സമയമായി, താഴ്ത്തി പോകേണ്ടി വരും, അതിൻ്റെ അലാറമാണ് അടിച്ചത്. ഇനിയും ഞാൻ നിങ്ങളോട് കഥ പറഞ്ഞു തന്നാൽ എൻ്റെ വണ്ടി പോകും. അപ്പം ഇനി വഴിയുള്ള വിശേഷങ്ങളോട്ട് വരാം. അങ്ങനെ എൻ്റെ ഒരുക്കമൊക്കെ കഴിഞ്ഞ് ഓഫീസിലേക്ക് പോകാൻ ഏകദേശം റെഡിയായി. ഞങ്ങളുടെ റൂമിൽ നിന്ന് ഏറ്റവും അവസാനം ഇറങ്ങുന്നത് ഞാനായതുകൊണ്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് റൂം നല്ലപോലെ സേഫായിട്ട് ലോക്ക് ചെയ്തിട്ട് അപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അഷ്കർ റെഡി ആവുകയാണ്. അഷ്കർ ഏകദേശം ഒരുക്കമൊക്കെ കഴിഞ്ഞ് റെഡി നിൽക്കുകയാണ്. ഞാനും അഷ്കറും ഒരേ ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞാനും അഷ്കറും കൂടി ഇറങ്ങുവാണ്. അതിൻ്റെ ഇടയിൽ അഷ്കർ എന്നെ നന്നായിട്ട് കളിയാക്കുന്നുണ്ട് വീഡിയോ പിടിക്കുന്നതിലൊക്കെ. അവന് പൊതുവേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. നിനക്കെന്താ വയ്യേ?
അതെ, സൗദി അറേബ്യയിൽ വിൻ്റർ സീസൺ തുടങ്ങി. വിൻ്റർ സീസൺ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല തണുപ്പ്. ഗൾഫ് കൺട്രീസിൽ എനിക്ക് തോന്നുന്നത് സൗദി അറേബ്യയിലാണ് ഏറ്റവും കൂടുതൽ തണുപ്പുള്ളതെന്നൊക്കെ കഴിഞ്ഞ ദിവസം ന്യൂസിലൊക്കെ പറയുന്നത് കേട്ട്. 7 ഡിഗ്രി 8 ഡിഗ്രി അതൊക്കെയാണ് ഇവിടുത്തെ താപനില ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം ജാക്കറ്റ് ഇല്ലാണ്ടായിരിക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. നട്ടുച്ചയ്ക്കാണെങ്കിലും നല്ല തണുപ്പാണ്. പക്ഷേ ഞാൻ അധികം അങ്ങനെ ജാക്കറ്റ് യൂസ് ചെയ്യാറില്ല. എന്തോ തൊലിക്കട്ടി കൂടുതലായതുകൊണ്ടായിരിക്കണം ജാക്കറ്റും കയ്യിൽ പിടിച്ച് ഞാൻ നേരെ വണ്ടി ലക്ഷ്യമാക്കി നടക്കുവാണ്. റൂമിൽ നിന്ന് ഇറങ്ങി ഒരു 100 മീറ്ററോളം നടന്നാലാണ് നമുക്ക് വണ്ടി നിൽക്കുന്ന സ്ഥലത്തെത്തുള്ളൂ. ഡെയിലി വണ്ടി അവിടെ വരും. അവിടെ നിന്ന് നമ്മളെല്ലാവരും പല പല സ്ഥലത്ത് നിന്ന് റൂമിൽ നിന്ന് വരുന്നവരായതുകൊണ്ട് എല്ലാവരും അവിടെ വന്നിട്ട് വണ്ടിയിൽ കയറി പിന്നെ നേരെ ഞങ്ങളുടെ ബ്രാഞ്ചിലേക്ക്. അപ്പോൾ മലയാളികളായിട്ട് ഞാനും അഷ്കറുമാണ് ഉള്ളത്. മലയാളികളായിട്ടല്ല, അതെ മലയാളികളായിട്ടും ഞാനും അഷ്കറും ഉള്ളത്. ഇന്ത്യക്കാർ വേറെ ഉണ്ട്, രണ്ട് പേര് ഇന്ത്യക്കാരുണ്ട്. ബാക്കി പിന്നെ ഫിലിപ്പീൻസ് ഉണ്ട്, ബംഗാളി ഉണ്ട്, നേപ്പാളി ഉണ്ട്. അങ്ങനെ യാത്രകൾ എല്ലാ ദിവസവും സ്ഥിരം കാണുന്ന കാഴ്ചകൾ, സ്ഥിരം കാണുന്ന ആൾക്കാർ, അങ്ങനെ ഞാൻ പുറത്തോട്ട് കാഴ്ചകളൊക്കെ വെറുതെ കണ്ട് നാട്ടിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. അഷ്കർ കൂടെയുണ്ട്. അഷ്കർ നാട്ടിലേക്ക് വിളിച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. ഉമ്മേനായിട്ടാണ് സംസാരിക്കുന്നവൻ രാവിലെ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രാഫിക്കൊക്കെ വരും. അത്യാവശ്യം ട്രാഫിക് ഉണ്ടാവും രാവിലെ. സൗദിയിലെ സ്ഥിരം കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ വണ്ടി മുന്നോട്ട് നീങ്ങി ബ്രാഞ്ച് എത്തി കഴിഞ്ഞ് എല്ലാവരും ബ്രാഞ്ചിലേക്ക് നടക്കുവാണ്. ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ സൗദി അറേബ്യ തൈബ 1 ബ്രാഞ്ച് വരുന്നത്. മാനേജറാണ് ആ കാണുന്ന പുള്ളി സൗദി സിറ്റിസണാണ്. പുള്ളി വന്ന് ബ്രാഞ്ച് തുറക്കും. ബ്രാഞ്ച് തുറന്ന ശേഷം ഞങ്ങളെല്ലാവരും കുട്ടനാട് താറാക്കൂട്ടം നിരനിരയായി പോകുന്ന, ഒന്നിന് പുറകെ ഒന്നായിട്ട് പോകുന്ന പോലെ എല്ലാവരും പഞ്ചിങ് മെഷീൻ ലക്ഷ്യം വെച്ചാണ് നീങ്ങുന്നത്. ഓരോരുത്തരായിട്ട് പഞ്ചിങ് മെഷീനിൽ ചെന്ന് പഞ്ച് ചെയ്യുന്നു. ഇതാണ് എൻ്റെ ബ്രാഞ്ച് വരുന്നത്. ആദ്യമേ തന്നെ ചെന്നിട്ട് ഇന്നലത്തെ സെയിൽസ് ക്ലോസ് ചെയ്യണം. അതാണ് എൻ്റെ ആദ്യത്തെ പ്രൈമറി ഡ്യൂട്ടി വരുന്നത്. പാസ്വേഡൊക്കെ അടിച്ച് സെയിൽസ് ക്ലോസ് ചെയ്ത് റിപ്പോർട്ടൊക്കെ എടുത്ത് ആ റിപ്പോർട്ടൊക്കെ മാനേജർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് നേരെ എൻ്റെ സീറ്റിലേക്ക് പോകും. ഇതാണ് ഞങ്ങൾ ബാക്ക് ഓഫീസാണ് ശരിക്കും. ഇവിടെ റിസീവിങ് ഏരിയയൊക്കെയാണ് സ്റ്റോറിൻ്റെ. അങ്ങനെ ഞാൻ നേരെ IT റൂമിലെത്തി. ഇതാണ് എൻ്റെ IT റൂം. ഇതിൻ്റെ ഉള്ളിലാണ് രാവിലെ ഒരു 8 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ ഞാൻ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സ്ഥലം. വേറെ പുറം ലോകവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു 10 മണിക്കൂർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ഒരു ദിവസം സ്റ്റാർട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മണിക്കൂറുകൾ. കാര്യം എന്ന് വെച്ചാൽ ഇനി ഞാൻ വീഡിയോ എടുക്കാൻ നിന്നാൽ എൻ്റെ പണി മുടങ്ങും, പണി നടക്കില്ല. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.